ട്രംപിന് ഭ്രാന്താണോ അതോ ഭ്രാന്താണെന്ന് അഭിനയിക്കുന്നതാണോ? എന്തും പറയും, എന്തും ചെയ്യുമെന്ന് ഇതിനകം തന്നെ തെളിയിച്ച ഡൊണാൾഡ് ട്രംപ് പക്ഷെ ലോകത്തെ ആകെ ഇങ്ങനെ ഉലച്ചു കളയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അമേരിക്ക പ്രഖ്യാപിച്ച തീരുവ യുദ്ധത്തിൽ ഇനി എന്ത് എന്ന ആകാംക്ഷയിലാണ് ലോകം. പക്ഷെ ട്രംപിനൊരു നിഗൂഢ പദ്ധതി ഉണ്ടെന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ തുടക്കം മാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 7 years ago, when I came in, we started with China, Georgia. We took in hundreds of billions of dollars from China in tariffs. ഒരു രാജ്യത്തെ പോലും വെറുതെ വിട്ടില്ല ഡൊണാൾഡ് ട്രംപ്, റഷ്യ ഒഴികെ. എല്ലാവരുടെയും ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടി. ഓരോരുത്തർക്കും ഓരോ നിരക്കാണ്. ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, വിയറ്റ്നാമിന് 46%. അമേരിക്കയുടെ സ്വന്തമെന്ന് കരുതിയിരുന്ന കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ബ്രിട്ടനും വരെ കിട്ടി ഇരട്ടടി. നിരക്ക് എങ്ങനെ നിശ്ചയിച്ചതെന്ന് ചോദിച്ചാൽ വിചിത്രമാണ്. അതാത് രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്ന ഇറക്കുമതി തീരുവയുടെ പകുതി എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ വാസ്തവമായി ഇതിന് പുലബന്ധം പോലുമില്ലെന്ന് വ്യക്തമായി. താമസിയാതെ ശരിക്കുള്ള യുക്തി എന്താണെന്നും വെളിപ്പെട്ടു. അതിങ്ങനെയാണ്: അമേരിക്കയിലേക്ക് ഒരു രാജ്യം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെയും കയറ്റുമതി ചെയ്യുന്നതിൻ്റെയും വ്യത്യാസമെടുക്കുക. അത് എത്ര ശതമാനമാണെന്ന് കണക്ക് കൂട്ടുക. കഴിഞ്ഞു. അതിൻ്റെ പകുതിയാണ് അമേരിക്ക അവർക്ക് പുതുതായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറക്കുമതി ചുങ്കം. ഉദാഹരണത്തിന്, ഇന്ത്യ കഴിഞ്ഞതിന് മുമ്പത്തെ സാമ്പത്തിക വർഷം $87.5 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഏതാണ്ട് $42 ബില്യൺ ഇറക്കുമതിയെ അവിടെ നിന്ന് ഇന്ത്യ നടത്തിയിട്ടുള്ളൂ. വ്യത്യാസം $45.5 ബില്യൺ. ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ 52%. അതിൻ്റെ പകുതിയാണ് 26% ഇന്ത്യക്ക് കിട്ടിയ പുതിയ തീരുവ. നിങ്ങളുടെ വീടിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ മൊബൈൽ നമ്പർ നിങ്ങളുടെ വയസ്സ് വെച്ച് ഹരിച്ചാൽ എങ്ങനെയിരിക്കും? ഏതാണ്ട് അങ്ങനെ ഒരു യുക്തിയാണ് തീരുവ തീരുമാനിക്കുന്നതിൽ ട്രംപ് സർക്കാർ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു പുകമറയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതേക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷെ ഈ തീരുവ യുദ്ധം തുടർന്നാൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ലോകത്തെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. ചൈനയടക്കം പല പ്രമുഖ രാജ്യങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിൽക്കുന്ന സ്ഥലം. അവിടേക്കുള്ള കയറ്റുമതിയാണ് ഉയർന്ന ചുങ്കം ഉപയോഗിച്ച് അമേരിക്ക തടയാൻ ശ്രമിക്കുന്നത്. ആദ്യം ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതുപോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കൂട്ടിയിരുന്നു. അന്ന് വിയറ്റ്നാം, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ ചരക്ക് നീക്കിയാണ് ചൈന ട്രംപിന്റെ നീക്കം ഒരു പരിധിവരെ പൊളിച്ചത്. പക്ഷേ ഇത്തവണ എല്ലാ രാജ്യങ്ങളുടെയും തീരുവ കൂട്ടിയിട്ടുണ്ട്. പഴയ തന്ത്രം നടക്കില്ല. അമേരിക്കയ്ക്കെതിരെ തീരുവ കൂട്ടിക്കൊണ്ടായിരുന്നു ചൈനയുടെ തിരിച്ചടി. പിന്നെ കണ്ടത് രണ്ട് രാജ്യങ്ങളും മത്സരിച്ച് ഇറക്കുമതി ചുങ്കം കൂട്ടുന്നതാണ്. ആദ്യം ചൈനയ്ക്ക് 34% തീരുവ, പിന്നീട് 84%, അതിനുശേഷം 125%. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അമേരിക്കയുടെ തീരുവ 145%. ഇതേ വഴിയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഈടാക്കുന്ന തീരുവ ഇപ്പോൾ 125%-ലെത്തിയിരിക്കുന്നു. പക്ഷേ ഈ തീരുവ യുദ്ധത്തിൽ അമേരിക്കയെ തോൽപ്പിക്കുക എളുപ്പമല്ല, ഒരുപക്ഷെ അസാധ്യവും. അമേരിക്ക മറ്റ് രാജ്യങ്ങളിലേക്ക് അങ്ങനെ ഉൽപ്പന്നങ്ങളൊന്നും കാര്യമായി കയറ്റി അയക്കുന്നില്ല എന്നതാണ് കാരണം. മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പകുതി പോലും വരില്ല ഇത്. ചുരുക്കത്തിൽ തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്കും കൂട്ടർക്കുമാണ് അടിപതറുക, അമേരിക്കയുമായി യുദ്ധത്തിന് പോയാൽ. ചില നിർണായക മേഖലയിൽ അമേരിക്കയ്ക്ക് കിട്ടേണ്ട അസംസ്കൃത വസ്തുക്കൾ തടയാനാകും എന്നതാണ് ആകെയുള്ള മെച്ചം. ലോകമെങ്ങുമുള്ള നിർമ്മാണ മേഖല സ്തംഭിക്കുന്നതാണ് ഈ യുദ്ധത്തിന്റെ ആദ്യത്തെ ഫലം. ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകാതെ വരുന്നതോടെ ലോകവ്യാപകമായി ഫാക്ടറികൾ അടച്ചുപൂട്ടും. ഒരുപാട് പേരുടെ ജോലി പോകും. നിരവധി രാജ്യങ്ങളുടെ സമ്പദ്ഘടന തകരും. അമേരിക്കയിലേക്ക് ചരക്കുകൾ വരാതാകുന്നതോടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതോടെ തങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂടുമെന്നാണ് ട്രംപിന്റെ ലളിത യുക്തി. അമേരിക്കയിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടി അമേരിക്കയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. രാജ്യത്ത് കൂടുതൽ ഫാക്ടറികൾ ഉയരും, കൂടുതൽ പേർക്ക് തൊഴിലും കിട്ടും. കേൾക്കാൻ രസമുണ്ട്, പക്ഷേ ഇതൊന്നും ഉടനടി നടക്കില്ല. ഫാക്ടറികൾ ഉയരാനും നിർമ്മാണം തുടങ്ങാനും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താനുമൊക്കെ സമയം പിടിക്കും. അതുവരെ അമേരിക്കൻ വിപണിയിൽ വൻ വിലക്കയറ്റമായിരിക്കും ഫലം. ഇതിനിടെ സാധാരണക്കാർക്ക് പലതും വാങ്ങാനാവില്ല. പല സാധനങ്ങളും വിപണിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. മറ്റുള്ള രാജ്യങ്ങളുടേതുപോലെ അമേരിക്കൻ സമ്പദ്ഘടനയും തളരും. എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ക്ഷീണിക്കുന്ന ട്രംപിന്റെ തീരുവ യുദ്ധം ലോകത്തെ മുഴുവൻ സാമ്പത്തിക മന്ദത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ടെന്ന് പലരും പേടിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഏതെങ്കിലും കാറോ ടെലിവിഷനോ വാഷിംഗ് മെഷീനോ ഇന്ത്യൻ വിപണിയിൽ കിട്ടാത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം മറ്റു രാജ്യങ്ങളുടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ സുലഭമാണ് താനും. ട്രംപ് ഉന്നയിക്കുന്ന പ്രശ്നവും ഇതാണ്. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള നാണയം അമേരിക്കൻ ഡോളറാണ് എന്നതാണ് കാരണം. അതുമായി താരതമ്യം ചെയ്താൽ മറ്റു നാണയങ്ങളൊക്കെ ദുർബലമാണ്. ഇന്ത്യൻ രൂപയാണെങ്കിൽ തീരെ ദുർബലം. രൂപയുടെ വില ഇപ്പോഴും കുറയുകയുമാണ്. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം അമേരിക്കയിലേക്ക് കുറഞ്ഞ വിലയിട്ട ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാം എന്നതാണ്. $1 = 50 രൂപ എന്ന് കരുതുക. അത് 100 രൂപയായി മാറി എന്നും കരുതുക. അപ്പോൾ അമേരിക്കയിൽ $1 വിറ്റിരുന്ന ഒരു ഇന്ത്യൻ ഉൽപ്പന്നം
$0.5 വിൽക്കാം. അതേസമയം ഇന്ത്യയിൽ അമേരിക്ക 50 രൂപ വിലയിട്ട് വിറ്റിരുന്ന ഒരു ഉൽപ്പന്നം അവർക്ക് 100 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. എങ്കിലേ അവർക്ക് $1 തിരിച്ചു കിട്ടും. നാണയങ്ങളുടെ താരതമ്യ വിലയിലെ ഈ വ്യത്യാസം മുതലാക്കിയാണ് മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ വിപണികൾ കീഴടക്കുന്നത്. ചൈനയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ. ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണി കീഴടക്കി കഴിഞ്ഞു. വലിയ തീരുവ ചുമത്തി ഇത് തടയും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ലോകം മുഴുവൻ അമേരിക്കൻ ഡോളറിലാണ് അന്താരാഷ്ട്ര കച്ചവടം ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കൻ നാണയത്തിന് വലിയ മൂല്യമുള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് തന്നെയാണ് അതിൻ്റെ മെച്ചം. ഇതുവരെ ഈ ലോകക്രമം അമേരിക്ക അംഗീകരിച്ചതും അതുകൊണ്ടാണ്. അതിനുള്ള കാരണം ലളിതമാണ്. അമേരിക്ക അച്ചടിക്കുന്ന ഡോളർ മുഴുവൻ ലോക വിപണി 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു. അമേരിക്കയ്ക്ക് ഭയമേ വേണ്ട. പക്ഷേ ഇതുകൊണ്ടൊന്നും ട്രംപ് തൃപ്തനല്ല. രാജ്യത്ത് ചരക്കുകളുടെ ഉൽപ്പാദനം വ്യാപകമായി നടത്തിയേ പറ്റൂ. പക്ഷേ ഇത് ഏതൊക്കെ മേഖലയിൽ എത്ര കാലം കൊണ്ട് എന്നതിൽ വ്യക്തതയില്ല. അമേരിക്കൻ സർക്കാരിന് പോലുമില്ല. വേറെയുമുണ്ട് പ്രശ്നം. ഒരിക്കലും അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തവ എന്ത് ചെയ്യും? അമേരിക്കക്കാർ വലിയ കാപ്പിക്കുടിക്കാരാണ്. പക്ഷേ കാപ്പിക്കുരു അവിടെ കൃഷി ചെയ്യുന്നില്ല. അപ്പോൾ കാപ്പിപ്പൊടിക്ക് എന്ത് ചെയ്യും? ഇതേപോലെ അമേരിക്കയ്ക്ക് ഇടപെടാനാകാത്ത ഒരുപാട് മേഖലകളുണ്ട്. ട്രംപിന്റെ ലക്ഷ്യം മറ്റെന്തോ ആണെന്ന് സംശയിക്കാൻ കാരണം ഇതാണ്. അതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു. രാജ്യങ്ങൾക്കെതിരെ വൻ തീരുവ ചുമത്തിയ അതേ ആവേശത്തിൽ അതിന്റെ 9ാം ദിവസം ഡൊണാൾഡ് ട്രംപ് തീരുമാനം മരവിപ്പിക്കുന്നതും ലോകം കണ്ടു. 90 ദിവസത്തേക്കാണ് വൻ തീരുവ ഈടാക്കുന്നത് നിർത്തിവച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് മാത്രം പക്ഷേ ഇളവില്ല, തീരുവ കൂട്ടുകയും ചെയ്തു. ട്രംപിന്റെ ആദ്യത്തെ പ്രഖ്യാപനം വന്നത് മുതൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ സമവായ ചർച്ചകൾ തുടങ്ങിയിരുന്നതാണ്. അവർ തന്റെ കാല് പിടിക്കുകയാണെന്നാണ് ട്രംപ് പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. I'm telling you, these countries are calling us up, kissing my ass. They are dying to make a deal. Please, sir, make a deal. I'll do anything, sir. വിവിധ രാജ്യങ്ങൾ സ്വന്തം നിലയ്ക്ക് തുടങ്ങിവെച്ച സമവായ ചർച്ചകളിലാണ് അമേരിക്കൻ യുദ്ധതന്ത്രം വെളിപ്പെടുന്നത്. ട്രംപിന്റെ യുദ്ധത്തിലെ 2ാം ഘട്ടം ലോകത്തെ മുഴുവൻ തീരുവ നയം കൊണ്ട് ഞെട്ടിക്കുക. സഖ്യരാജ്യങ്ങളിലെ സമ്പദ്ഘടനകളെ വരെ തകർത്തെറിയാൻ മടിക്കില്ലെന്ന് ബോധ്യപ്പെടുത്തുക. ചില ഇളവുകൾ കാട്ടി ഓരോരുത്തരെയായി ചൊൽപ്പടിയിൽ കൊണ്ടുവരിക. വ്യാപാരത്തിൽ, സൈനിക സഖ്യങ്ങളിൽ, പരസ്പര സഹകരണത്തിൽ പുതിയ ഒരു ലോകക്രമം സ്ഥാപിക്കുക. അങ്ങനെ ചൈനയ്ക്കെതിരെയുള്ള വ്യാപാര യുദ്ധത്തിൽ ആളെ കൂട്ടുക. ലോകം മുഴുവൻ വ്യാപിക്കുന്ന ചൈനയുടെ ഇപ്പോഴത്തെ കുതിപ്പ് തടയുക. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇത് വെറും വ്യാപാര യുദ്ധമല്ല. റഷ്യയും അമേരിക്കയും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോലെയുള്ള ശീതയുദ്ധമാണ്. നേർക്കുനേർ യുദ്ധം പോലുമായി വളരാവുന്ന ശീതയുദ്ധം. ലോകത്തിൻ്റെ ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധം. പക്ഷേ ഓർക്കാപ്പുറത്ത് വയറ്റിത്തടിച്ച ട്രംപിൻ്റെ അമേരിക്കയെ വിശ്വസിച്ച് എത്ര രാജ്യങ്ങൾ കൂടെ നിൽക്കുമെന്നത് കണ്ടറിയണം. അതിനെ ആശ്രയിച്ചിരിക്കും ട്രംപിൻ്റെ ഭാവി.